ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാൻ ഇന്ന് വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. അതിനായി കുക്കറിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു സവാള നേർമയായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി വെക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അത് വേവിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് സോയാബീൻ, ചെറിയ സോയാബീനാണ് ഇത്, ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് കൂടി ചേർക്കുന്നതുകൊണ്ട് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര്, മല്ലിയില എന്നിവ ആഡ് ചെയ്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി റൈസ് ഞാൻ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്നതാണ്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് ഞാൻ 4 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം വെള്ളം ആഡ് ചെയ്യുമ്പോൾ 4 ഗ്ലാസ്സിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം തോതിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റൈസ് 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും 1 ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുക്കർ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൂടി അടപ്പൊന്ന് തുറന്ന് വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്ത് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറെ സൈഡ് ഡിഷ് ഒന്നും വേണമെന്നില്ല, നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.